മഴ ഉണ്ടാവുന്നത് കടലിൽ നിന്ന് വെള്ളം പൊങ്ങുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇവ എന്ത് വെണ്ടായി സംസാരിക്കുന്നത്? 18-19 വയസ്സുള്ളവൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ കോമൺ യൂട്യൂബറിൻ്റെ റൂട്ട് ഞാൻ നിങ്ങളോട് പറയത്തില്ല, ഓ ബോഡി ലാംഗ്വേജിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പൈൻ നേരെ വെക്കണം ബ്രോ. ആസ് എ മെൻ നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. വി നീഡ് ടു സ്ട്രൈറ്റ് അവർ സ്പൈൻ. നട്ടൽ നേരെയാക്കി വെക്കണം എന്ന് അറിയാവുന്ന സിമ്പിൾ കാര്യം. ഏത് കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും അതറിയാം. ഇപ്പം തന്നെ നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്. എന്താണോ ട്രെൻഡ് അതിനനുസരിച്ച് മാറി മാറി നടക്കുന്ന, ഇവിടെ ഒരു കുത്തു കുത്തും, ഇനി അടുത്ത കഴിയുമ്പോൾ ഇവിടെ ഒരു കുത്തു കുത്തും. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഡാർക്ക് സൈക്കോളജി. യൂട്യൂബ് ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. നിങ്ങളൊരു പെൺകുച്ചി നോക്കുന്ന സമയത്ത് അവൾ വെട്ടിച്ചു പോകായിരിക്കും. എന്ത് പറ്റാനാ ബ്രോ? എന്ത് പറ്റാൻ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദിസ് ടൈം വിൽ പാസ് അവേ. ഈ സമയവും കടന്നു പോകും. ഞാൻ ഇതുപോലെ എൻ്റെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയിട്ടില്ല ബ്രോ. 8ാം ക്ലാസ്സിലേക്ക് കയറിയ സമയത്ത് NCCയുടെ ഒക്കെ സെലക്ഷൻ നടക്കാൻ പോകും, നേവി എയർഫോഴ്സിൻ്റെ ഒക്കെ സെലക്ഷൻ നടക്കാൻ പോകും, സി മാർക്കൊക്കെ കിട്ടും, എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ കൂടെ 5ാം ക്ലാസ് തൊട്ട് പഠിച്ച ഫ്രണ്ടാണ്. ഞങ്ങൾ കട്ട ഫ്രണ്ട്സാണ്. അടി ഉണ്ടാക്കാനായാലും ക്ലാസ് കട്ട് ചെയ്യാനായാലും എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നിൽക്കുന്നത്. സത്യത്തിൽ എൻ്റെ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് റിയലി അറിയത്തില്ലായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അവന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഞാൻ ഒരു പൊട്ടനായിരുന്നു ആ സമയത്ത്. കംഫോർട്ട് സോണിലായിരുന്നു ആ സമയത്ത്. റിയലി കംഫോർട്ട് സോൺ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇങ്ങനെ NCCയുടെ സെലക്ഷൻ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്, ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആവും, ഞങ്ങളെല്ലാവരും എടുക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ സെലക്ഷൻ ഡേറ്റ് വന്നു. ഇങ്ങനെ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ടെസ്റ്റ് ഒക്കെ എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈനൊക്കെ ഇരുത്തി ടെസ്റ്റ് ഒക്കെ എഴുതി ഞങ്ങളെല്ലാം ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കും. അപ്പോൾ ഞങ്ങൾ ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ എഴുതുന്നുണ്ട്. ഓട്ടോ ഉണ്ട്, ചാട്ടം ഉണ്ട്, പുള്ളപ്പ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുത്തിക്കും. ഇതിൻ്റെ സാർ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. സാറിൻ്റെ ഒരു ലിസ്റ്റും ഉണ്ട്. അപ്പോൾ NCCയുടെ തന്നെ ഒരു ജൂനിയർ കേഡറ്റുണ്ട്. അവൻ്റെ കയ്യിലോട്ട് സാറ് പേര് വിളിച്ചിട്ട് ആ ഷീറ്റ് കൊടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും. ഓ ഇപ്പോൾ പേര് വിളിക്കാൻ പോയിരിക്കും, ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അരുൺ, അതുൽ, ആകാശ്, ഇങ്ങനെ ഓരോരുത്തന്മാരുടെ പേര് വിളിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വിളിച്ചു. അവൻ എണിച്ചു പോയി. അപ്പോൾ ഞാനും മറ്റവനും കൂടി ഇങ്ങനെ നോക്കി, നമ്മുടെ ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി. അവനെയും വിളിച്ചു. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 പേര് മാത്രം ബാക്കി വന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ നിൽപ്പുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നു. അവരെല്ലാം കൂടെ നിങ്ങളെ നോക്കിയിരിക്കും, ഇപ്പം വിളിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ആ ജൂനിയർ ചെറുക്കൻ്റെ വായിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഓ ഇപ്പം എൻ്റെ പേര് വിളിക്കും, എൻ്റെ പേര് ഇപ്പം വിളിക്കും, വിളിക്കാറിയാം, ദൈവമേ വിളിക്കണേ എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ആ സാർ എണിച്ചിട്ട് പറഞ്ഞു, ഇരിക്കുന്നവർക്ക് പോവാന്ന് പറഞ്ഞു. ബ്രോ, ആ സമയത്ത് എൻ്റെ ഹൃദയത്തിലുണ്ടായ പെയിൻ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. റിയലി ഞാൻ ഇത്രമാത്രം എൻ്റെ ലൈഫിൽ ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന, എല്ലാത്തിനും ഞാൻ സപ്പോർട്ടായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എൻ്റെ ഫ്രണ്ട്സിനകത്ത് നിന്ന് എന്നെ മാറ്റിയ പോലൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അവന്മാർക്കും വിഷമം, അവന്മാരും എന്നെ നോക്കി, നിനക്ക് കിട്ടിയില്ലയോ എന്നൊരു ഫീലിംഗ് ഉണ്ടായി. സത്യത്തിൽ ഞാൻ കരഞ്ഞു ബ്രോ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ആ വൈകുന്നേര സമയത്ത് നമ്മളോട് ഇങ്ങനെ പോവാൻ ആ സാറ് പറഞ്ഞപ്പം ഞങ്ങളൊരു ദയനീയമായൊരു നോട്ടം അങ്ങോട്ട് നോക്കി. റിയലി എന്നെയും കൂടെ എങ്ങനെയും കയറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തിരികെ നടന്ന് എൻ്റെ ക്ലാസ് റൂമിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ, വീട്ടിലോട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ റിയലി ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. കാരണം അത്രമാത്രം പെയിൻ ആയിരുന്നു ബ്രോ. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി തോന്നുന്നുണ്ട്. പക്ഷേ ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഞാൻ വീട്ടിൽ ചെന്നിരുന്നു ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ കരയുന്നതിൻ്റെ തൊട്ട് കരയുമായിരുന്നു. റിയലി അത്രമാത്രം ഞാൻ അന്ന് കരഞ്ഞു. പക്ഷേ ഞാൻ അതിനകത്ത് നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. ഒരിക്കലും ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലായിരുന്നു ആ NCCയിൽ ഒരു കേഡറ്റായി മാറാൻ. കാരണം അത്രമാത്രം നെർവസ്നെസ് ഉള്ള, അത്രമാത്രം എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത, അത്രമാത്രം എങ്ങനെ നമ്മളെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യണം, നമ്മളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയാത്ത ഒരാളായിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു, ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വെപ്പൺ യു നീഡ് ടു ഹാവ്. അപ്പോൾ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് ഫേക്കിംഗ് ആണ് ബ്രോ. നമ്മുടെ മൈൻഡ് തിങ്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടൊന്നും അല്ല നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നതെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മിൽഫ് ടീച്ചറിനെയൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ വൈ യുവർ ഡിക്ക് ഗെറ്റിംഗ് ഹാർഡ്? വൈ ആർ യു? ജെന്യൂൻ ക്വസ്റ്റ്യൻ അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളൊരു ഇഷ്ടപ്പെട്ട ഒരു പോൺ സ്റ്റാർ ഉണ്ടായിരിക്കും, അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങളുടെ സാധനം പോകുന്നു. വൈ? സോ നമ്മുടെ മൈൻഡിൽ എന്ത് തിങ്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ചു നമ്മുടെ ബോഡി എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യിക്കുന്നു, നമ്മുടെ ബോഡി എങ്ങനെ നമ്മൾ ഒരു വേയിൽ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡിലും ഫീൽ ആവുന്നത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്ത് നോക്കി,
നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്തിങ് എടുത്തിട്ട് നിങ്ങളുടെ ചെസ്റ്റൊക്കെ ഒന്ന് വിരിച്ചു വെച്ചിട്ട് നിങ്ങളൊന്ന് ഇരുന്നേ. ആ പോസ്റ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളൊന്ന് ഇരുന്നേ. യു വിൽ ഫീൽ കോൺഫിഡൻസ്. യെസ്. വൈ? ബിക്കോസ് നമ്മുടെ ബോഡിക്ക് അത് ഫീൽ ആയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അതനുസരിച്ച് ആക്ട് ചെയ്യും. ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ കോമൺ യൂട്യൂബറിൻ്റെ റൂട്ട് ഞാൻ നിങ്ങളോട് പറയത്തില്ല, ഓ ബോഡി ലാംഗ്വേജിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പൈൻ നേരെ വെക്കണം. ബ്രോ, ആസ് എ മെൻ നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. വി നീഡ് ടു സ്ട്രൈറ്റ് അവർ സ്പൈൻ. നട്ടൽ നേരെയാക്കി വെക്കണം എന്ന് അറിയാവുന്ന സിമ്പിൾ കാര്യം. ഏത് കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും അതറിയാം. സോ ഡു ഇറ്റ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ദ വേ യു ടോക്ക് ആൻഡ് യൂസ് യുവർ ഹാൻഡ്. നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ കൈ എവിടാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ഐ നോ യു ആർ പേയിങ് അറ്റൻഷൻ ടു മൈ ഹാൻഡ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് നോക്കി ഇല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെ സംസാരിക്കുന്ന, ഇങ്ങനെ ഷോൾഡർ എല്ലാം താത്തിട്ട് അവൻ സംസാരിക്കും. അവൻ്റെ കൈയും കാലും ഒന്നും പൊങ്ങത്തില്ല, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആസ് എ മെൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, ആ ഏരിയ കവർ ചെയ്യണം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഞാൻ നിങ്ങളോട് സംസാരിക്കും. എനിക്കൊരു 3 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് വേണം. ബ്രോ, എനിക്ക് ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തുനിന്ന് വേണ്ടത്. ഓക്കെ ബ്രോ, എനിക്ക് ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തുനിന്ന് വേണ്ടത്. എന്താണ് ഡിഫറൻസ് നമുക്ക് മനസ്സിലായത്. സോ നമ്മൾ സംസാരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പൊട്ടന്മാർ റൂട്ട് ടെലിപ്രോംറ്റ് റൂട്ട് ഇങ്ങനെ ടീൻ ടീൻ ടീ എന്ന് പറയാതെ നമ്മൾ പറയുന്ന താളത്തിനനുസരിച്ച് നമ്മുടെ കൈയും കൂടെ യൂസ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡി ഫുള്ളും അതുപോലെ ആവണം. അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, യു നീഡ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ വാട്ട് ആർ യു സേ. ഇപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നാളെ പ്രസന്റേഷൻ ഉണ്ട്, കോളേജിൽ പ്രസന്റേഷൻ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം, നിങ്ങൾക്ക് നാളെ അവിടെ പോയി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക് ആയിക്കോട്ടെ, എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്നായിക്കോട്ടെ, സിമ്പിൾ ടോപ്പിക്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവിടെ പോയി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ക്ലാരിറ്റി വേണം. ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ പോയി വിൽക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അവിടെ പോയി വിൽക്കാൻ കാരണം ഈ ക്ലാരിറ്റി നമുക്കില്ല. സോ നമ്പർ 1 നമുക്ക് അതാണ് വേണ്ടത്. നമ്പർ 2 നമുക്ക് വേണ്ടത്, നമ്മൾ വോയിസ് മോഡുലേഷൻ ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ മറന്നു പോകുകയും ചെയ്യാതിരിക്കുന്ന ഒരു മണ്ടത്തരമാണ്, നമ്മൾ ഒരു നോർമൽ കോമൺ പിയോൺ പെസൻ വോയിസിൽ സംസാരിക്കും. മഴ ഉണ്ടാവുന്നത് കടലിൽ നിന്ന് വെള്ളം പൊങ്ങുന്നു, മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പൊ എന്ത് വേണ്ടായി സംസാരിക്കുന്നത്, 18-19 വയസ്സുള്ളവർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വോയിസ് ഓഡിലേഷൻ നിങ്ങൾക്ക് പറ്റണം. ഇപ്പൊ ഞാൻ ഓഡിലേഷൻ തെറ്റിച്ചു പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് അത് ഫീൽ ആയില്ല. എന്തുകൊണ്ട്? ഞാൻ ആ കോൺഫിഡൻറ്റോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ ബ്രോ? നമ്മൾ എങ്ങനെ സംസാരിക്കും, നമ്മുടെ വോയിസ് എത്രമാത്രം സ്ട്രോങ് ആണ്, നമ്മൾ ഏത് മോഡുലേഷൻ ഉപയോഗിക്കുന്നു, ഈവൻ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ പോലും നമുക്കതിനെ കവർ ചെയ്യാൻ പറ്റും. ഡു യു അണ്ടർസ്റ്റാൻഡ്? നമുക്കിത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ഓ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ബ്രോ, എനിക്ക് എങ്ങനെ മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല, എന്തൊക്കെയാണ് സയന്റിഫിക് ടൈം എന്ന് എനിക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു റാറ്റിന്റെ കൂട്ടായിരിക്കും അവിടെ ചെന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ സ്റ്റേജിൽ കയറി നിൽക്കുക, നിങ്ങൾ എല്ലാവരും നോക്കി ഇങ്ങനെ ഇരിക്കുക, ഉറക്കപ്പറ എന്ന് എത്ര വട്ടം നിങ്ങളോട് മിസ്സുമാർ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, നമുക്ക് വോയിസ് മോഡുലേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ബോഡി ഉപയോഗിച്ചിട്ട് നമ്മൾ കാമാണ്, നമ്മൾ നെർവസ്നെസ്സിലല്ല എന്നൊരു ഫീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇമാജിൻ ചെയ്ത് നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പോകും, ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പോകും. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു, അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട് ഇരിപ്പുണ്ട്, നിങ്ങൾ അങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ തുടങ്ങുക, അബി എന്ന് പറഞ്ഞു, നിങ്ങളിങ്ങനെ കയറി നിൽക്കുക, പിൻ ടോപ്പ് സൈലന്റ്, നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ എന്താണ് ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വോയിസ് മോഡുലേഷൻ ഉപയോഗിക്കാമെന്ന് അറിയാം. പക്ഷേ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വീക്ക് ആണെങ്കിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര നെർവസ്ഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈവൻ നിങ്ങൾക്ക് പറയാൻ അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, ഈ ഒരു കാരണം കൊണ്ടാണ് ബ്രോ ഈവൻ ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്നത്. റൈറ്റ്? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, പക്ഷേ ആ സമയം വരുമ്പോൾ, ആ മിസ് ആ ചോദ്യം ചോദിക്കുമ്പോൾ, ആ ഒരു ബോസ് നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ബ്ലാങ്ക് ആയി പോകും. അതിന് കാരണം നമ്മുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിയർ ആയിട്ടുള്ള ഐഡിയയും ആ വോയിസ് മോഡുലേഷനിൽ സംസാരിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബോഡിയെ ഒരു ഷോ ഓഫ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കൈ അടിച്ചിട്ട് സംസാരിക്കാൻ ഭയങ്കര വീടായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഇത് ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്, ജസ്റ്റ് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അവിടെ കൈ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ചെസ്റ്റിൻ്റെ അവിടെ കൈ വരണം. അപ്പോൾ ഓഡിയൻസ് നിങ്ങളെ നോക്കുമ്പോൾ അതൊരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ്. ഇതെൻ്റെ സ്പേസ് ആണ്, ഈ സ്പേസിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ,
ഇത് നിങ്ങളിലേക്ക് ഇൻഗ്രെയിൻ ചെയ്യണം. ഇപ്പൊ ചില റാറ്റ് പൊട്ടന്മാര് വോക്ക് കൾച്ചറുള്ളവന്മാര് പറയും, ഓ ബ്രോ അതൊന്നും ശരിയല്ല, എല്ലാവരും ഈക്വൽ ആണ്, നമ്മൾ ആരെയും ഡോമിനേറ്റ് ചെയ്യാനൊന്നും പോരുത്. ഫക്ക് ഓഫ്, ഫക്ക് ഓഫ്. ഐ ഡോണ്ട് ഗീവ് എ ഫക്ക് അബൌട്ട് വാട്ട് യു തിങ്ക്. കാരണം നീയൊക്കെ 24 മണിക്കൂറും ഫോണും കണ്ട് വല്ലവന്മാരും ഗെയിമും കളിച്ച് പബ്ജിയും കളിച്ചൊക്കെ കറങ്ങി ബോൾട്ട് ഇല്ലാതെ നടക്കുന്നവരാ. സോ ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൌട്ട് വാട്ട് യു തിങ്ക്. വോക്ക് കൾച്ചറിലുള്ളവന്മാർ, ഞാനും എന്നെ പോലെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരും ഇവിടെ കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യം ലൈഫിന് വേണ്ടി പഠിച്ച് ചെയ്യാൻ നോക്കുക. സോ യു ആർ നോട്ട് ഈക്വൽ ടു മീ, റൈറ്റ്? യു ആർ നോട്ട് ഈക്വൽ ടു മീ. ഐ എം ടെലിംഗ് യു ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാത്തൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, അവൻ ഇങ്ങനെ നോർമലി പിയോൺ പെർസെന്റ് വിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അവൻ നിങ്ങളുടെ ഈക്വൽ ആണെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യരുത്. നിങ്ങൾ പോലും ഇപ്പൊ ആലോചിക്കുമ്പോൾ അങ്ങനല്ല ബ്രോ, അവന് വീട്ടിൽ പൈസ ഒക്കെ ഉള്ളവനെ, അതുകൊണ്ടായിരിക്കും. ബ്രോ, അവന് പൈസ ഉണ്ടായിട്ട് അവൻ എന്ത് വേണമെങ്കിലും കാര്യം ഉണ്ടായിട്ട്, ചിലപ്പോൾ അവന് ലുക്ക് ഉണ്ടായിട്ട് എന്ത് വേണമെങ്കിലും കാര്യം ഉണ്ടായി, ഒരിക്കലും നമ്മുടെ ഈക്വൽ അല്ല അങ്ങനെയുള്ളവന്മാർ. ഇവന്മാരെല്ലാം വോക്ക് കൾച്ചറുള്ളവന്മാർ. ഓ എന്റെ ബാഗി പാന്റ് എങ്ങനെയുണ്ട്, എന്റെ ബാഗി പാന്റ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് എന്താണോ ട്രെൻഡ് അതിനനുസരിച്ച് മാറി മാറി നടക്കുന്ന, ഇവിടെ ഒരു കുത്തു കുത്തും, ഇനി അടുത്ത കഴിയുമ്പോൾ ഇവിടെ ഒരു കുത്തു കുത്തും, ഇങ്ങനെയൊക്കെ. ഈവൻ ഞാൻ തന്നെ പറയും, ഞാൻ കമ്മൽ കുത്തിയിട്ടുണ്ട്, റൈറ്റ്? നമ്മുടെ കൾച്ചർ അനുസരിച്ചുള്ള ഒരു കാര്യമാണ് ഈ ആണുങ്ങൾക്കുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു, റിയലി എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും കുത്തണം. ഞാൻ ഇത് വെസ്റ്റേൺ കൾച്ചറാണ് ഒരിടത്ത് കുത്തുന്നത്, തെറ്റാണ്, ഓക്കെ, എനിക്കറിയാം. ബട്ട് മൂക്ക് കുത്തിക്കൊണ്ട് നടക്കുന്ന എന്തൊരു ഏർപ്പാടാണ് ബ്രോ. കം ഓൺ ബ്രോ, വി ആർ നോട്ട് ഗേൾസ്, വി ആർ നോട്ട് വുമൺ, കം ഓൺ. വാട്ട് ദ ഫക്ക് ആർ യു? ഈ വോക്ക് കൾച്ചർ എന്താണ് ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്നത്? ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. എന്നിട്ട് എല്ലാരും കൊള്ളാം കൊള്ളാം, ഇപ്പോഴാണ് അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്റ്റുപ്പിഡ് തിങ് എവ്രിബഡി ഈസ് ഡൂയിങ്. സോ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്. ഒരിക്കലും നമ്മൾ ഇവന്മാരുടെ കൂട്ടുള്ള റാറ്റ് കൾച്ചർ ഉള്ളവരല്ല. നമ്മൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, എന്താണെന്നറിയോ? നമുക്ക് ഇവന്മാരെ നോക്കി ഫൺ ചെയ്യാം, ഇവന്മാരെ നമുക്ക് കളിയാക്കാം. ഡു ഇറ്റ് ബ്രോ. ബ്രോ, സെക്ഷൻ 2, യൂസ് ദ പവർ ഓഫ് ഐ കോണ്ടാക്ട് ആൻഡ് ഹാൻഡ് ഷേക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു പൊട്ടനും ഇതുപോലെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരത്തില്ല. ബ്രോ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഞാൻ +1 പഠിക്കാൻ പോയ സമയത്ത്, അപ്പം ഞാൻ VHSC എടുത്ത്, എനിക്ക് +2 കിട്ടിയില്ല, എനിക്ക് +2 സയൻസ് കിട്ടിയില്ല, എനിക്ക് പക്ഷേ സയൻസ് തന്നെ വേണമായിരുന്നു. ഓക്കെ, ഐ നീഡ് സയൻസ്. സോ ഞാൻ VSC എടുത്തു. അടിപൊളിയാണ് VSC, നല്ല കോളേജ്, ഗവൺമെന്റിന്റെ തന്നെ എടുക്കുവാണെങ്കിൽ അടിപൊളിയാണ്. സോ ഞാൻ VHSC എടുത്തു, ഞാൻ ആദ്യമായിട്ട് പോയി. പക്ഷേ എനിക്ക് അപ്പോഴും ആ 10ാം ക്ലാസ്സിലെ ട്രോമ, ഇൻസെക്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. ഞാൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ തുടങ്ങുന്ന അറിയുന്ന ഒരു സമയമാണ്. ഓക്കെ, ആ +1 ഞാൻ പോയപ്പോൾ എനിക്ക് മെയിൻ ഫേസ് ചെയ്തൊരു ഭയങ്കരമായിട്ടൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, അവിടെ ലാബുണ്ട്, ലാബിന് വെളിയിൽ നിന്നാണ് സാറ് വരുന്നത്, വൈവ് ഒക്കെ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഓക്കെ, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സാർ ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് ചോദിക്കും. അത് വെളിയിൽ നിന്നുള്ള സാർ, നമ്മളെ പഠിപ്പിക്കുന്ന സാറിനോട് ഞാൻ അടിപൊളിയായിട്ട് വീണ്ടും എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്, സെൽഫ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ വെളിയിൽ നിന്ന് സാർ വരുമ്പം ആ പുള്ളിക്കാരൻ ചോദിക്കുമ്പോൾ എനിക്കറിയാം, ഇലക്ട്രോണിക് എനിക്ക് നല്ലോണം അറിയാം. ആ സമയത്ത് ബ്രെഡ് ബോർഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പുള്ളിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റില്ല. ഞാനില്ല കള്ളന്മാരോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നോട് എൻ്റെ മെയിൻ സാറും ചോദിച്ചു, എന്താ വിഷയം ഇങ്ങനെ, നിനക്ക് എന്താ സാറ് വരുമ്പോൾ മാത്രം പറഞ്ഞാൽ എന്താ, നീ അറിയാവുന്നവനല്ലേ, നീ എന്താ അഭിനയിക്കുവാണോ, ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബ്രോ, ആ പെയിനിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ വി നീഡ് ടു ചേഞ്ച് ഇറ്റ്. നമ്മളത് മാറ്റണം. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ പല എക്സ്ക്യൂസ് വേണം, ബ്രോ അവർ ഇങ്ങനെ തിങ്ക് ചെയ്യും. നോ 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 നോ, ഒന്നും എനിക്ക് കേൾക്കണ്ട. അതെല്ലാം റാറ്റ് മൈൻഡ് സെറ്റ് ആണ്, വോക്ക് മൈൻഡ് സെറ്റ് ആണ്. നമുക്കതൊന്നും വേണ്ട. നമ്മൾ ഫെയിൽ ആവും ബ്രോ. നിങ്ങളൊരു പെൺകുച്ചി നോക്കുന്ന സമയത്ത് അവൾ വെട്ടിച്ചു പോകായിരിക്കും. എന്ത് പറ്റാനാ ബ്രോ, എന്ത് പറ്റാൻ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദിസ് ടൈം വിൽ പാസ് അവേ. ഈ സമയവും കടന്നു പോകും, അത്രേ ഉള്ളൂ. അത് മാത്രം തിങ്ക് ചെയ്താൽ മതി. സോ എക്സാക്ട്ലി എങ്ങനെയാണ് ഐ കോണ്ടാക്ട് കൊടുക്കേണ്ടത്, എക്സാക്ട്ലി എങ്ങനെയാണ് ഹാൻഡ് ഷേക്ക് ചെയ്യേണ്ടത്? ബ്രോ, നമ്മൾ ഒരാൾക്ക് ഐ കോണ്ടാക്ട് കൊടുക്കുമ്പോൾ 70 to 80% എങ്കിലും ആ റേഞ്ചിൽ നമ്മൾ ഐ കോണ്ടാക്ട് കൊടുത്തിരിക്കും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ 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 വെട്ടിച്ച് മാറുന്ന രീതിയിൽ ഞാൻ നേരത്തെ ചെയ്തിട്ട് ചെയ്യരുത്. അത് ഭയങ്കര വിയർഡാണ് ബ്രോ. കാരണം നമ്മളൊരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ്ലി, ബോഡി ലാംഗ്വേജിന്റെ എല്ലാ കാര്യവും നമ്മൾ അവിടെ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷെ സബ് കോൺഷ്യസ്ലി നമുക്ക് മനസ്സിലാവും. ഇല്ലേ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഫ്രണ്ട്, ചില ഫ്രണ്ടിനെ നിങ്ങൾക്ക് കാണുമ്പോൾ അവൻ ഭയങ്കര കോൺഫിഡന്റ് ഉള്ളവൻ, അവൻ നടക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡന്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ലേ? എന്തുകൊണ്ട്? പക്ഷെ അവൻ പറയുന്നില്ല നിങ്ങളോട് ഞാൻ കോൺഫിഡന്റ് ഉള്ളവനാണെന്ന് പറയുന്നില്ല, പക്ഷെ അവൻ നടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കത് തോന്നും, ഇല്ലേ? സോ അതുപോലെ നമുക്ക് ഫീൽ ആവുന്ന ഒരു കാര്യമാണ്, ഇത് സബ് കോൺഷ്യസ്ലി നടക്കുന്ന കാര്യമാണ് എല്ലാം. ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് സ്റ്റെയർ ചെയ്തിരിക്കില്ല, ഓ ചേട്ടൻ പറഞ്ഞു ഐ കോണ്ടാക്ട് കൊടുക്കുക, അപ്പൊ ഇങ്ങനെ ഇരിക്കരുത്. ജസ്റ്റ് ഇത് നമുക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു 70 to 80% ഐ കോണ്ടാക്ട് കൊടുക്കണം, മനസ്സിലായല്ലേ? അത് ബ്ലിങ്ക് ആയിട്ടുള്ള ഐ കോണ്ടാക്ട് തന്നെ കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ ഇരിക്കരുത്, റൈറ്റ്? ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഹാൻഡ് ഷേക്ക്.
മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ് എങ്ങനെ ഹാൻഡ് ഷേക്ക് കൊടുക്കണമെന്ന് അറിയാം ബ്രോ. ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ അത് വിയർഡായി പോകും. ഞാനൊക്കെ ഹാൻഡ് ഷേക്ക് കൊടുത്ത് പെട്ടുപോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോയപ്പോൾ, അപ്പം എനിക്കറിയത്തില്ല, അവള് എന്നെക്കാൾ മൂത്തേ കണ്ട കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയപ്പോൾ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പം ഞാൻ പേരൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഞാൻ അങ്ങോട്ട് പേര് പറഞ്ഞു, ഇങ്ങനെ കൈ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പേര് അഭിഷേക് ഓറിയോണെന്ന് പറഞ്ഞു. അപ്പോൾ അവള് എൻ്റെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് നീയൊക്കെ നമ്മുടെ കയ്യിലായി അഴുക്കായിട്ട് ഇങ്ങനെ പിടിക്കുന്നത്, അതുപോലെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. അതൊന്നും നോർമലി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ബ്രോ. അതിനകത്ത് ടെൻഷൻ അടിച്ചു, അതിനകത്ത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ടെൻഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ ബോയ്സ് ഫ്രണ്ട്സിലെ അവർക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നതിന്റെ കൂട്ടായിരിക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഫീമെയിലിന് ഹാൻഡ് ഷേക്ക് കൊടുക്കേണ്ടത്. കാരണം ബോയ്സിന് എപ്പോഴും ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ അതൊരു ഫേം ആയിട്ടുള്ള മാസ്കുലിൻ ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക് ആയിരിക്കണം. പക്ഷെ അതേ സാധനം തന്നെ പെൺകുട്ടിയോട് കാണിക്കാൻ പറ്റും. ഓ, ഞാൻ ഭയങ്കര ശക്തിവാൻ, എൻ്റെ കൈക്കൊക്കെ ഭയങ്കര മസിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾമാർ ഈ കൈ പിടിച്ച് ഒടിക്കാൻ ഇങ്ങനെയുള്ള പൊട്ടത്തരമൊന്നും ചെയ്യരുത്. ജസ്റ്റ് മനസ്സിലാക്കുക, ബോയ്സിന് ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളൊരു ഡീൽ ഉറപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളൊരു ഡീൽ ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്? ആ ഒരു ബലം ആ ബോയ്സിന് ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവും. അതേസമയത്ത് പെൺകുട്ടികളുടെ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മിക്ക പെൺകുട്ടികളുടെയും കൈ സോഫ്റ്റ് ആണ്, റൈറ്റ്? അപ്പൊ നിങ്ങൾ ഈ ഇങ്ങനെ പിടിച്ച് ഓടിച്ചിട്ട് ഒരു കാര്യമില്ല, അവർക്ക് കൈ വേദന എടുക്കത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരം ചെയ്യരുത്. രണ്ടുപേർക്കും കൊടുക്കേണ്ടത് ഒരുപോലല്ല. ഡു യു ഗെറ്റ് മീ? സെക്ഷൻ 3, യൂസ് എ ഓപ്പൺ പോസ്റ്റർ ആൻഡ് റിലാക്സ്ഡ് പോസ്റ്റർ ബിക്കോസ് യു ആർ എ മാൻ. ഇമാജിൻ ചെയ്ത് നോക്കിയേ ബ്രോ, നിങ്ങളൊരു കഫേ പോവാ, നിങ്ങൾ ഒരു ഡേറ്റ് സെറ്റ് ചെയ്തേക്കുക, നിങ്ങളുടെ ആ പെൺകുട്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ നെർവസ്നെസ്സോടെ അവളെന്തെങ്കിലും പറയോ, എനിക്ക് നേരത്തെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഭയങ്കര പന്ന സ്വഭാവം, ഇങ്ങനെയൊക്കെ അവൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആണോ ആണോ ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് ലീനായിട്ട് പറ എന്തോ മുത്തെന്തോ വീടുന്നേ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അവൾക്കൊന്നും തോന്നില്ല, അവൾക്ക് വീടായിട്ട് ഒന്നും തോന്നില്ല. പക്ഷെ അവൾ നോക്കുമ്പം, അവൾ പിന്നെ പോയി തിങ്ക് ചെയ്യുമ്പം സബ് കോൺഷ്യസ്ലി തന്നെ എന്തോ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ആവും. അതേ സമയത്ത് നിങ്ങൾ റെട്രോയ്ക്കകത്ത് സൂര്യ ഇരിക്കുന്നതിലോട്ട് അങ്ങനെയൊന്നും വേണമെന്നില്ല, പക്ഷെ ഒരു പൊടിക്ക് അത്രയും കയറ്റി ചെയ്യരുത്, ഇത് പൊടിക്കാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഓവറായിട്ട് യൂസ് ചെയ്താൽ ബാക്ക് ഫയർ ചെയ്യും. പക്ഷെ അതൊരു നമ്മൾ ചെയ്യുന്നത് നോർമൽ ആയിരിക്കും. ഓക്കെ, ടെൽ മീ ഐ ആം ദ മാൻ ഹിയർ. ഈ ഒരു ഫീൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ തിങ്. അത് അരഗൻസോ ഒന്നുമല്ല. ഇപ്പൊ വോക്കിസം ഫോളോ ചെയ്യുന്നവർ പറയും, ഓ അങ്ങനെ ചെയ്യാൻ പാടില്ല, പടാ. ഓക്കെ, ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൌട്ട് യു ബ്രോ, ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. സോ അപ്പൊ നമ്മളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കി, ആ ഡേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ആ പെൺകുട്ടിയാണ് ലീൻ ആവുന്നെങ്കിലോ, അപ്പൊ അവിടെ ആർക്കാണ് ആ ഇൻട്രസ്റ്റിംഗ് ഡൈനാമിക് ഉണ്ടാവുന്നത്? മനസ്സിലായില്ലേ? ആ മാസ്കുലിൻ ഫെമിനിൻ ഡൈനാമിക് ആണ് അവിടെ ഉണ്ടാവുന്നത്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് യു ക്യാൻ അച്ചീവ്. സോ നിങ്ങളൊരു ഡേറ്റിന് പോകുമ്പോൾ, നിങ്ങളടുത്ത് പോകുമ്പോൾ, നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങളുടെ പോസ്റ്റർ എങ്ങനെയാണ്? അത് ഭയങ്കരമായിട്ട് നെർവസ്നെസ് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണോ? എപ്പോഴും ഇങ്ങനെ തുള്ളി നടക്കുന്ന ബോഡി ലാംഗ്വേജ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുക. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജിൽ പഠിച്ചപ്പോൾ, അവൻ്റെ പേര് അജാസ് എന്നാണ്. ഇവൻ എന്ത് ചെയ്താലും സ്ലോ ആണ്. അന്ന് വെച്ചാൽ അതൊരു രസം തന്നെയാണ്. ഓക്കെ, അവനത് ഫേക്ക് ചെയ്യുന്നൊന്നുമല്ല, അവൻ്റെ ക്യാരക്ടർ ഇൻബോൺ ആയിട്ട് അങ്ങനെ. പുള്ളി ഞെട്ടുന്ന ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ സാറ് പിടിച്ചാൽ തന്നെ ഇവൻ ഇതാണ്, ഇവൻ 0.5 കുറവാ. നമ്മൾ 1.1 പോവുകയാണ്, ഇവൻ 0.5 എന്തൊരു കാര്യമായാലും ചെയ്യുന്നതായാലും കഴിക്കുന്നതായാലും നടക്കും. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആ പുള്ളി വാച്ച് ചെയ്യുമ്പം റിലാക്സ്ഡ് ആണ്. മനസ്സിലായല്ലേ? നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റിലാക്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു നെർവസ് സിറ്റുവേഷനിൽ പോകുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്ന് വെച്ചാൽ പോലീസ് പിടിക്കുമ്പം നിങ്ങൾ ഇങ്ങനെ റിലാക്സ് ആയിട്ടിരുന്നാൽ ചവിട്ട് കിട്ടും. അത് ഒക്കേഷൻ ഉപയോഗിച്ച്, നമ്മൾ എവിടാണോ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട്, ഓക്കെ ഐ ആം ദ കിങ് ഹിയർ, ആ ഒരു ഫീലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് യു ക്യാൻ ഡു. നമ്മൾ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക, ഇങ്ങനെ കോസ്റ്റർ ചെയ്ത് വെക്കുക, പോക്കറ്റിൽ 2 കൈ കൂടെ കയറ്റിയിടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി തന്നെ കുറയും. ഒരിക്കലും നമ്മൾ ഈ നെർവസ് ജസ്നർ, ഈ തുള്ളി നിൽക്കുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു ബോഡി ലാംഗ്വേജ് ഈവൻ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യരുത്, വെളി കാണിക്കരുത്. നമ്മൾ ആ കോൺഫിഡൻസ് പിടിച്ചു നിന്നാൽ ഓട്ടോമാറ്റിക്കലി, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു പോയിന്റ് വിട്ട്, നമ്മുടെ ബോഡിയും മൈൻഡും ഓക്കെ നോർമലായി മാറിക്കോളും. സെക്ഷൻ 4, ഡോണ്ട് ഓവർ യൂസ് യുവർ സ്മൈൽ. നിങ്ങൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ ഹി ഇങ്ങനെ പോകരുത്. കാരണം നമ്മുടെ സ്മൈലിന്
വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. നിങ്ങൾ ഒരാളോട് ചിരിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് സംതിങ്. അതായത് നമ്മൾ ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ചിരിക്കണ്ട, ആരോടും ചിരിക്കണ്ട എന്നല്ല. നിങ്ങളൊരു പെൺകുച്ചിനെ കാണുമ്പോൾ ചിരിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ഈ ഫേക്ക് സ്മൈൽ ചെയ്യരുത്. തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ ഇത് ആവുന്നില്ല, പക്ഷെ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടുത്തെ ഇത് ആവുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്മൈലാണ്. നിങ്ങളോട് ആരെങ്കിലും ചിരിക്കുന്നത് ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ സ്മൈലാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ നടന്നു പോവാ, അപ്പോൾ ഒരു അങ്കിളിനെ കാണും, ഇതുണ്ട്, ഇത് ഫേക്ക് സ്മൈലാണ്. ഈ ഫേക്ക് സ്മൈൽ നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നടക്കരുത്. കാരണം അങ്ങനെ നടന്നാൽ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ മൈൻഡ് വരുന്നത്, ബ്രോ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നിങ്ങളോട് ചിരിക്കേണ്ട എന്നല്ല. നമ്മൾ എപ്പോഴും എല്ലാവരോടും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അതൊരു സബ്മിഷനാണ്, അതൊരു വിക്ടിം മൈൻഡ് സെറ്റാണ്. ഓ എന്നെ ഒന്നും ചെയ്യില്ലേ, എന്നെ അറ്റാക്ക് ചെയ്യില്ലേ, ഞാൻ പാവമാണേ, ഞാൻ ത്രട്ടയല്ല എന്നൊരു സംഭവമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഡാർക്ക് സൈക്കോളജി. യൂട്യൂബ്, ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. സെക്ഷൻ 5 എന്ന് പറയുന്നത് ഹൗ ടു ഗെയിൻ അതേഴ്സ് പവർ. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, നിങ്ങളൊരു നെഗോസിയേഷന് വേണ്ടി പോകും, ഒരു ഡീൽ സെറ്റ് ആക്കാൻ വേണ്ടി നിങ്ങളൊരു നെഗോസിയേഷന് വേണ്ടി പോകും. അവിടെ നിങ്ങൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഭയങ്കര വൃത്തികേടാണ്, നിങ്ങൾ അത്ര പൈസ ഉള്ള ഒരാളൊന്നുമല്ല, ആ ഇരിക്കുന്ന ആൾ ഇച്ചിരി പൈസയൊക്കെ ഉള്ള ഇച്ചിരി പ്രൗഡിയൊക്കെ ഉള്ള ഒരാളാണ്, റൈറ്റ്? സോ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്നും കൊള്ളാത്തതുകൊണ്ട് നിങ്ങൾ ഈ മഴയത്ത് നനഞ്ഞൊക്കെ മുഷിഞ്ഞ ഡ്രസ്സ് കൊണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ ആയിപ്പോയി, ആ സിറ്റുവേഷൻ ആയിപ്പോയി. സോ അപ്പം നമുക്ക് പവർ ഇല്ലല്ലേ, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞൊരു നമുക്ക് തോന്നും. നോർമലി സംഭവിക്കും, റൈറ്റ്? പക്ഷേ നമ്മൾ അവിടെ ചെന്ന് അയാൾ അവിടെ ഇരിക്കും. അപ്പം സാറെന്ന് പറഞ്ഞ് നമ്മൾ നേരെ എന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴും ഐ കോണ്ടാക്ട് കൊടുക്കുമ്പോഴും നമ്മളൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഫേം ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. പക്ഷേ നമ്മൾ നോർമലി ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാൻഡ് ഷേക്ക് കൊടുക്കുക, ഐ കോണ്ടാക്ട് ചെയ്യുക, ഒരു 3 സെക്കൻഡ് മാത്രം അത് നിൽക്കും, കഴിയും, റൈറ്റ്? പക്ഷേ ഇവിടെ നമുക്ക് ആ പവർ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ സബ് കോൺഷ്യസ്ലി നമുക്കൊരു ഡിസ്കംഫോർട്ട് അവരുടെ മണ്ടയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പം 6 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല 6 സെക്കൻഡ് ഇങ്ങനെ വാച്ച് നോക്കണമെന്നല്ല പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് കുറച്ച് ഡിലേ ചെയ്യുക. ആ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പം ഇങ്ങനെ ഒരുപാട് ബ്ലിങ്ക് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഫീൽ അവരിൽ ഉണ്ടാക്കണം. അത് അവരെ സബ് കോൺഷ്യസ്ലി രീതിയിൽ തന്നെ ഡിസ്കംഫോർട്ട് ആക്കും. യു ക്യാൻ ഗെയിൻ ദെയർ പവർ. അവരുടെ പവർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഡോൺ ഓവർ യൂസ് ഇറ്റ്. ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ഞാൻ ഇപ്പം പവർ എടുക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ മണിക്കൂറോളം നിർത്തില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡിലേ ആക്കുക, ഒരുപാട് ബ്ലിങ്ക് ചെയ്യാനും പോകരുത്. ഇതിന് തന്നെ സബ് പോയിന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. സബ് കോൺഷ്യസ് സബ്മിഷൻ എന്ന് പറയും, മിലിറ്ററിയിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. വേറൊന്നുമല്ല, നമ്മൾ അവരുടെ സ്പേസിൽ കയറിയിരിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു ടെറിട്ടറി ഉണ്ട്. അസെമ്മൻ നമുക്കൊരു ടെറിട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. പുലിക്കും കടുവയ്ക്കും ഒക്കെ ടെറിട്ടറി ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. അതുപോലെ നമുക്കൊരു ടെറിട്ടറി ഉണ്ട്. സോ ഞാൻ നിങ്ങളുടെ ടെറിട്ടറിയിലേക്ക് കയറി വന്നിരിക്കുക, നിങ്ങളുടെ സ്പേസിലേക്ക് ഞാൻ കയറി വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ആവും. മനസ്സിലായല്ലേ? സോ അതൊരു സബ്മിഷനാണ്. മിലിറ്ററിയിലൊക്കെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണ്, താഴെയുള്ളവരെ പഠിപ്പിക്കാൻ, അവരുടെ പൊസിഷൻ എവിടാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം. ഇതൊക്കെ പറയാമോ ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. സോ യൂസ് ഇറ്റ് കെയർഫുള്ളി, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, സോ എങ്ങനെ അത് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഏരിയയിലേക്ക് ഞാൻ കയറി വന്നിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നു ഇരുന്ന നല്ല അർത്ഥം. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന പൊസിഷനിലേക്ക് ഞാൻ കയറി വന്നു, എന്നിട്ട് നിങ്ങളോട് ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ട്ലി ആയിട്ടാ, ഇതൊന്നും ദേഷ്യപ്പെട്ടോ അടിയായിട്ടോ അല്ല നടക്കുന്നത്. പക്ഷേ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷേ സബ് കോൺഷ്യസ്ലി നമുക്ക് എന്തോ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ആവും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ ഇങ്ങനെ ചെല്ലുമ്പോൾ ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചിലർ ബാക്ക്ഡ് ആവും, റൈറ്റ്? ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസ് കയറുകയെന്ന് എനിക്കത് മനസ്സിലാവുമ്പോൾ ഞാൻ ബാക്ക്ഡ് ആവും. ഒരു കാരണവശാലും നിങ്ങൾ പിന്നെ ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറരുത്. അത് ഭയങ്കര വിയർഡാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യരുത്. പക്ഷേ നമ്മളുടെ അതോറിറ്റി നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യുക, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഈസി. ഇതിന് തന്നെ സപ്പോയിന്റ് ആയിട്ട് മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു അതോറിറ്റി പൊസിഷനാണ് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങളൊരു മിലിറ്ററി ഓഫീസറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബോസ് ആണ്, നിങ്ങളൊരു ടീച്ചറാണെന്ന് നോക്കുക. നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ താഴെയുള്ളത് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവൻ അച്ചീവ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും നിങ്ങൾ കാരണം ഒരു അച്ചീവ്മെന്റ് അവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ തൊടുക, ജസ്റ്റ് ഇങ്ങനെ
ട്രംപ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു വലിക്കുക, ദേഹത്ത് ഇങ്ങനെ അടിക്കുക, കൈ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ കൈ തിരിച്ചു വെച്ചിട്ട് മണ്ടയിൽ അടിക്കുക ചെയ്യുന്നുണ്ടല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ്ലി നമുക്കൊരു ഡോമിനൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് അതെങ്ങനെ ക്ലിയർലി ചെയ്യാന്ന് വെച്ചാൽ അവനൊരു കാര്യം അച്ചീവ് ചെയ്തു, റൈറ്റ്, അച്ചീവ്, ഓക്കെടാ, കൊള്ളാം കൊള്ളാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേഹത്ത് ഇങ്ങനെയൊക്കെ തൊടും. പെൺകുട്ടികളെ തൊടാൻ പോലെ അടി കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മുടെ ഡോമിനൻസ് അവരുടെ ദേഹത്ത് കാണിക്കുക. ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വീടായിട്ട് ഓ ഡോമിനൻസ് ദേഹത്ത് കാണിക്കുക എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഓക്കെ നിന്റെ പൊസിഷൻ ഇവിടെ ആണ്, നീ എന്റെ മണ്ടയിൽ വരണ്ട എന്നൊരു സിഗ്നൽ കൊടുക്കുക. ഇതൊന്നും നമ്മൾ ദേഷ്യപ്പെട്ടോണ്ടല്ല, അടി ഉണ്ടാക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ഓ ഇതെല്ലാം ഭയങ്കര ദേഷ്യപ്പെട്ടാണ്, അല്ലല്ല, ഇതെല്ലാം നമ്മൾ സിംപ്ലി സന്തോഷത്തോടാണ് ചെയ്യുന്നത് ഈ തെണ്ടിത്തരൊക്കെ, റൈറ്റ് ബ്രോ. സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ ദ വേ യുവർ മൈൻഡ് ക്യാരി യുവർ സെൽഫ്. നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ ഓൺ മൈൻഡ് വെളിയിലേക്ക് പോകുമ്പം ക്യാരി ചെയ്യുന്നത്? ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണോ, അതോ ഡിസ്റ്റർബൻസ് ഉള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഓ ഇവരെന്നെ നോക്കുന്നുണ്ട് അവരെന്നെ നോക്കുന്നുണ്ട്, ഈ പെൺകൊച്ചുങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കാം, ഇങ്ങനെ ഒരു ക്യാരക്ടറാണോ നമ്മുടെ മൈൻഡ് നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കുന്നത്? എങ്കിൽ നമ്മൾ ചേഞ്ച് ആവണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു വെച്ചാൽ റിയലി ഇത് ഡീപ്പാണ് ബ്രോ. ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഡീപ്പാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഒന്നും സംഭവിക്കുന്നില്ല, നോർമലി എല്ലാം പോകുന്നത്, എനിക്ക് ഹൈ ഡോപ്പമിൻ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഓരോ സ്ക്രോളിങ്ങിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ബാഗ് ഇട്ട ചെറുക്കനെ കാണുന്നു, നിങ്ങൾ അടിപൊളിയായിട്ടുള്ള അമ്പലത്തിൽ ഇങ്ങനെ റീൽ ചെയ്യുന്ന പെണ്ണിനെയും ചെറുക്കനെയും കാണുന്നു, ഓ നിങ്ങളുടെ ലൈഫ് മിസറബിൾ ആണ്, പൈസ ഉള്ള കാറും കൊണ്ട് പോകുന്നവന്മാരെ കാണുന്നു. സോ അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്യും, ഇല്ലേ, അവന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തോ പറ്റും, നമ്മുടെ കോൺഫിഡൻസ് കുറയും. ദാറ്റ് ഇസ് എ ഡാർക്ക്നെസ്. നമ്മുടെ കോൺഫിഡൻസ് കുറയും. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻസ് കുറഞ്ഞൊരു പേഴ്സണായിട്ട് മാറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പുറത്തോട്ട് പോകുമ്പം നമ്മുടെ മൈൻഡ് ക്യാരി ചെയ്യുന്നത്? സോ അതുകൊണ്ടാണ് ഈ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഉപയോഗിക്കണം, ഇതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയാൻ കാര്യം. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്, നമ്മൾ ഒരിക്കലും നോർമൽ റാറ്റ് പിയോൺ പേഴ്സൺ ലൈഫ് നടത്തുന്നവരല്ല, അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരുമല്ല, എനിക്കറിയാം. സോ യൂസ് ഇറ്റ് ബ്രോ. നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മളെ ക്യാരി ചെയ്യുന്നത്? സോ അതിനായിട്ട് നമുക്ക് ആക്ഷനബിൾ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫ്രഷ് ആവുക, നമ്മളൊരു നീറ്റ്നെസ് ക്ലീപ്പ് ചെയ്യുക, നമ്മളൊരു ഹാൻഡ്സം ആയിട്ട് മാറാൻ ശ്രമിക്കുക, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പം നല്ല ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക, റൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇറ്റ് വിൽ മേക്ക് യു എ ഹാപ്പി പേഴ്സൺ. ആൻഡ് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസും ഇൻക്രീസ് ചെയ്യും. സോ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി മാറും. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ പെയിൻ സിറ്റുവേഷനിൽ കൂടെ ഒക്കെ കടന്നു പോകും, പക്ഷേ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ നിങ്ങളെ റിയലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആണോ നിങ്ങൾക്കുള്ളത്, അതോ എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്നത്, പബ്ജി കളിക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്ന ഫ്രണ്ട്സ് ആണോ നിങ്ങൾക്കുള്ളത്, അതുപോലുള്ള നെഗറ്റീവ് കണ്ടന്റ്സ് മാത്രമാണോ നിങ്ങൾ കാണുന്നത്? ആസ്ക് യുവർ സെൽഫ് ബ്രോ, ആസ്ക് യുവർ സെൽഫ് ആൻഡ് ഡു സെൽഫ് ഇംപ്രൂവ്മെന്റ് ബ്രോ. ടൈം എങ്ങും വൈകിട്ടില്ല, ഇതാണ് പുതിയ ഓപ്പർച്യൂണിറ്റി. ദിസ് ഈസ് ദ ന്യൂ ഓപ്പർച്യൂണിറ്റി. ഡു സെൽഫ് ഇംപ്രൂവ്മെന്റ്. I am with you and I am excited for you. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Tata.